ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് സെക്കൻഡ് മൊഡ്യൂൾ ചാർജിങ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. ഇതിൻ്റെ പാർട്ട് 6 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോയുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്ററുകളെ കുറിച്ചായിരുന്നു. അഥവാ 3 സ്റ്റേജ് റെഗുലേറ്റർ എന്ന് വിളിക്കുന്ന ഈ കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ, ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ DC ജനറേറ്ററുകളെ കുറിച്ചാണ്. ഈ മോഡേൺ വാഹനങ്ങളിൽ നമ്മൾ കാണുന്നത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റേഴ്സാണ്. ഒരു ചാർജിങ് സിസ്റ്റത്തിൽ ഒരു ജനറേറ്റർ ഉണ്ടാവും, പിന്നെ റെഗുലേറ്റർ ഉണ്ടാവും, പിന്നെ ബാറ്ററി ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള കമ്പോണൻസ്. എന്നാൽ മോഡേൺ വാഹനങ്ങളിൽ ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റേഴ്സാണ്, AC ജനറേറ്ററുകളാണ്. ഈ അടുത്ത കാലം വരെ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്ററുകളാണ് വാഹനങ്ങളിൽ യൂസ് ചെയ്തിരുന്നത് പഴയ വാഹനങ്ങളിൽ. കാരണം നമുക്ക് വാഹനത്തിൽ ആവശ്യമുള്ളത് ഡയറക്റ്റ് കറണ്ട് DC ആയിരുന്നു. അപ്പോൾ എളുപ്പത്തിൽ DC ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതായിരുന്നു ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ. പക്ഷേ മോഡേൺ വാഹനങ്ങളിൽ നമ്മൾ വാഹനത്തിൽ ആവശ്യമായിട്ട് ഇലക്ട്രിക് ലോഡുകൾ കൂടി. ഇപ്പോഴുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു റോളിംഗ് കമ്പ്യൂട്ടർ തന്നെയാണ്. ഒക്കെ സെൻസറുകൾ വെച്ച് കൺട്രോൾ ചെയ്യുന്ന, ECU വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഫുള്ള് മോഡേൺ ലക്ഷറി വാഹനങ്ങളാണെങ്കിലും നോർമൽ വാഹനങ്ങളാണെങ്കിലും ഇലക്ട്രിസിറ്റിൻ്റെ ഉപയോഗം ഒരുപാടാണ്. പവർ വിൻഡോ വന്നു, ഇലക്ട്രിക് മിറർ വന്നു, ഇലക്ട്രിക് സീറ്റുകൾ വന്നു. എല്ലാം ഇലക്ട്രിസിറ്റി വെച്ച് കൺട്രോൾ ചെയ്യുന്ന, സ്വിച്ച് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമായിട്ട് മാറി. പഴയ വാഹനങ്ങളിലാകുമ്പോൾ നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ട് തിരിക്കുന്ന വിൻഡോസ് ആയിരുന്നു. അതുപോലെ നമ്മളെ മിററുകൾ ലിവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു. സീറ്റ് നമ്മൾ ലിവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ ചെറിയൊരു കാസറ്റ് ഇടുന്ന അല്ലെങ്കിൽ CD ഇടുന്ന ഒരു ഡിവൈസ് മാത്രമായിരുന്നു. എന്നാൽ മോഡേൺ വാഹനങ്ങളിൽ അങ്ങനെയല്ല. വീഡിയോ പ്ലേയേഴ്സ്, അത് LCD LED സ്ക്രീൻസ്, അതുമാത്രമല്ല ഗെയിമിംഗ് സിസ്റ്റംസ്, അതുമാത്രമല്ല ഫാനുകൾ തന്നെ സെൻട്രലൈസ്ഡ് AC സിസ്റ്റം പോലെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫാന്, പിന്നെ ഈ പവർ വിൻഡോസ്, അതുപോലെ തന്നെ എല്ലാ സിസ്റ്റം, എൻജിൻ സിസ്റ്റം ആണെങ്കിൽ സെൻസറുകൾ, ആക്ച്വേറ്റേഴ്സ് ഒക്കെ ഫുൾ ഇലക്ട്രിക്കലി കൺട്രോൾഡായി. അപ്പോൾ വാഹനത്തിൽ ഈ IC എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പവറാണ്. അതിന് പുറമെ നമുക്ക് ഇലക്ട്രിക് ലോഡ് ഒരുപാട് വന്നു. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മതിയാവാതെ വരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും എഫക്റ്റീവായിട്ട് ആൾട്ടർനേറ്ററുകളാണ് നമ്മൾ കൂടുതൽ പവർ ഔട്ട്പുട്ട് ഇലക്ട്രിക് ലോഡുകൾ വന്നപ്പോൾ ആൾട്ടർനേറ്റേഴ്സാണ് ഈ മോഡേൺ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ആൾട്ടർനേറ്റേഴ്സിന് റിലയബിലിറ്റി, അതുപോലെ പവർ ഔട്ട്പുട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആൾട്ടർനേറ്റർ മെച്ചമുള്ളതാണ്, അഡ്വാൻറ്റേജസ് ഉള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കമ്പാരിസൺ ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുമാത്രമല്ല ഈ ആൾട്ടർനേറ്റർ, പഴയ കാലത്ത് ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്
ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, AC ആണ്. AC നമുക്ക് ഒരിക്കലും ബാറ്ററി ചാർജ് ചെയ്യാനോ വാഹനങ്ങളിൽ യൂസ് ചെയ്യാനോ കഴിയില്ല. അത് ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ACനെ DC ആക്കാൻ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നമ്മൾ സെമി കണ്ടക്ടർ റെക്ടിഫയേഴ്സ്, ഡയോഡ്സ് ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ACനെ DC ആക്കാൻ പറ്റും. അപ്പോൾ റെക്ടിഫയർ ഡയോഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൾട്ടർനേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC, ആ ആൾട്ടർനേറ്ററിൻ്റെ അത് തന്നെ നമ്മൾ റെക്ടിഫയർ ഡയോഡ്സ് വെച്ചിട്ട് അത് DC ആയി കൺവേർട്ട് ചെയ്തിട്ട് ബാറ്ററിക്കും മറ്റു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലേക്കും സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡേൺ സിസ്റ്റത്തിൽ നമുക്ക് ആൾട്ടർനേറ്റർ AC പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഈസി ആയിട്ട് നമുക്ക് റെക്ടിഫയർ ഡയോഡ്സ് ഉപയോഗിച്ചിട്ട് DC ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആൾട്ടർനേറ്റേഴ്സാണ് വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്, അഥവാ AC ജനറേറ്റർ. ഇവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഡയറക്റ്റ് കറണ്ട് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്ടിഫയർ ഡയോഡ്സ് പ്ലേസ് ചെയ്യുന്നു. ACനെ DC ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇടുന്നു. ഇനി ആൾട്ടർനേറ്ററുകൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസും കൂടെ അല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, 3 ഫേസ് ആൾട്ടർനേറ്റേഴ്സാണ് നമ്മൾ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 3 ഫേസ് യൂസ് ചെയ്യാൻ കാരണം? 3 ഫേസ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ പവർ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. സിംഗിൾ ഫേസിനേക്കാളും നമുക്ക് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ചിലവ് നോക്കുമ്പോൾ നമുക്ക് ലാഭകരം 3 ഫേസാണ്. നമുക്ക് 3 ഫേസ് അതിൽ നിന്ന് 3 ഫേസ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂണിഫോം ആയിട്ട് നല്ല പവർ ഔട്ട്പുട്ട്, യൂണിഫോം സ്റ്റഡി ആയിട്ടുള്ള DC നമുക്കത് വെച്ചിട്ട് റെക്ടിഫയർ വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പവർ ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുന്നത് 3 ഫേസ് ആൾട്ടർനേറ്ററാണ്. അതാണ് കൂടുതൽ ലാഭകരം നമ്മൾ ആൾട്ടർനേറ്റർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് 3 ഫേസ് ആൾട്ടർനേറ്റേഴ്സാണ് നമ്മൾ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ആൾട്ടർനേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ കൺസ്ട്രക്ഷനും, വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി നമുക്കറിയാം ഏത് ജനറേറ്റർ, ആൾട്ടർനേറ്റർ ആയിക്കോട്ടെ DC ജനറേറ്റർ ആയിക്കോട്ടെ, ഡൈനാമോ ആയിക്കോട്ടെ ആൾട്ടർനേറ്റർ ആയിക്കോട്ടെ, ജനറേറ്റർ ഏതാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി തന്നെയാണ് അതും വർക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC ജനറേറ്ററിൻ്റെ അകത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നത് AC ആണ്. അതിനെ DC ആക്കുന്നത് അതിൻ്റെ എൻഡിലുള്ള ആർമേച്ചറിൻ്റെ എൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂട്ടേറ്ററാണ്. അപ്പോൾ തിയറിറ്റിക്കലായിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 2 മാഗ്നറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ റെക്റ്റാങ്കുലർ കോയിൽ പ്ലേസ് ചെയ്യുന്നു. അത് നമ്മൾ AC ജനറേറ്റർ ആകുമ്പോൾ ഈ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ 2 എൻഡുകൾ ഉണ്ടാവും. ആ ഒരു എൻഡ് ഒരു സ്ലിപ്പ് റിങ്ങിലേക്കും മറ്റൊരു എൻഡ് മറ്റൊരു സ്ലിപ്പ് റിങ്ങിലേക്കും, 2 ഫുൾ റിങ്ങിലേക്ക്, അതിനാണ് സ്ലിപ്പ് റിങ്സ് എന്ന് പറയുക, റിങ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC ജനറേറ്റർ ആണെങ്കിൽ ഇവിടെ കമ്മ്യൂട്ടേറ്ററുകളാണ് ഉണ്ടാവുക. സ്പ്ലിറ്റ് റിങ്സ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ. ഇതുപോലെ ഫുൾ റിങ്ങിന് പകരം സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 റിങ്ങുകൾ, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 റിങ്ങുകളാണ് സാധാരണ DC ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ റിങ്സ് യൂസ് ചെയ്ത് 2 റിങ്ങും സെപ്പറേറ്റ് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കുലർ കോയിലിൻ്റെ 2 എൻഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ കറണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് റിങ്, 2 ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള സ്പ്ലിറ്റ് റിങ് വെച്ചിട്ടാണ് പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് DC ജനറേറ്ററായിട്ട്, ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC ജനറേറ്ററായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് പുറത്തേക്ക് എടുക്കുന്നത് സ്ലിപ്പ് റിങ്സ് വഴിയാണെങ്കിൽ അത് നമുക്ക് AC ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെ നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കിട്ടുക. അതാണ് AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത് വ്യത്യാസം. എന്നാൽ പ്രാക്ടിക്കൽ കേസിൽ ഇതിന് തികച്ചും വ്യത്യസ്തമുണ്ട്.
തികച്ചും വ്യത്യസ്തമാണ്. എ സി ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാഗ്നറ്റുകളെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചറിനെ നമ്മൾ സ്റ്റേഷനറി ആക്കി നിർത്തുകയാണ്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തിയററ്റിക്കലായിട്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിൻ്റെ ബേസിക്കലി വ്യത്യാസം എന്ന് പറയുന്നത് എ സി ജനറേറ്റർ ആകുമ്പോൾ ഇവിടെ സ്ലിപ്പ് റിങ്സ് ആണ്, ഡി സി ജനറേറ്റർ ആകുമ്പോൾ ഇവിടെ കമ്മ്യൂട്ടേറ്റർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിങ്സ് ആണ്. ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്കറിയാം ഈ റെക്റ്റാങ്കുലർ കോയിൽ ആദ്യം പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളത് പാരലലാണ്, ഈ ഷേപ്പിലാണ്, നേരെ കുത്തനെ ആദ്യം പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാവും. പിന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പാരലൽ ഡയറക്ഷനിലേക്ക് എത്തും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ആ റെക്റ്റാങ്കുലർ കോയിൽ ആദ്യം പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്ത് അതിങ്ങനെ എന്ത് ചെയ്യും, മാക്സിമം ആവുന്നത് ഇപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഇപ്പോൾ ഈ പാരലൽ ഷേപ്പിലെത്തുമ്പോഴാണ്, പാരലൽ ഡയറക്ഷനിലെത്തുമ്പോഴാണ്, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പാരലൽ ഡയറക്ഷനിലെത്തുമ്പോഴാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്തപ്പോൾ നമ്മളെ കറണ്ട് കൂടി വന്ന് മാക്സിമം ആവും. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും കുറഞ്ഞ് വന്ന് സീറോ ആകുമ്പോൾ വെച്ചാൽ ഈ മുകൾ ഭാഗം അടിഭാഗത്തെത്തുമ്പോൾ നേരെ എന്ത് ചെയ്യും, 0 ആയി. 180 ഡിഗ്രി കഴിയുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ ഇതിങ്ങനെ മാക്സിമം ആവും. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഈ പാരലൽ ഡയറക്ഷനിലെത്തിയിട്ടുള്ള കോയിൽ, ഇപ്പോൾ ഇത് ABCD എന്നുള്ള കോയിലാണെങ്കിൽ ഇത് നല്ല DC എന്നുള്ള ഭാഗം നേരെ ഈ ഭാഗത്തെത്തിയിട്ടുണ്ടാവും, AB സൈഡിലെത്തിയിട്ടുണ്ടാവും 270 ഡിഗ്രി കറങ്ങുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ മാക്സിമം മിനിമമായി വീണ്ടും മാക്സിമം എത്തിയിട്ടുണ്ടാവും. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 360 ഡിഗ്രി ഇത് ഫുൾ റൊട്ടേഷനിലാകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വെച്ചത്, വീണ്ടും 360 ഡിഗ്രി ABCD എന്ന് പറഞ്ഞ കോയിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഇതിന് നമുക്കൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു സിമ്പിൾ സൈക്കിൾ കിട്ടി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിച്ചതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ AC എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, DC എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒക്കെ വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്താണ്. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതിൻ്റെ ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഈ സ്ലിപ്പ് റിങ്സ് വഴി നമ്മൾ ഈ ബ്രഷിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ മീറ്റർ എന്ത് ചെയ്യും, ആദ്യം പോസിറ്റീവ് സൈഡിലേക്ക് ഇങ്ങോട്ട് നീങ്ങും മാക്സിമം, പിന്നെ നെഗറ്റീവ് സൈഡിലേക്ക് മാക്സിമം, പിന്നെ പോസിറ്റീവ്, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. നമ്മൾ റെക്റ്റാങ്കുലർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക്ഷൻ പ്രകാരം അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ സ്ലിപ്പ് റിങ്സ് വഴി കളക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ സൈൻ വേവ് ഫോമിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അതിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കൂടുതൽ സമയമെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. നിങ്ങൾ പഴയ വീഡിയോസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇനി പ്രാക്ടിക്കൽ കേസിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫേസ് ആൾട്ടർനേറ്റർ. അതൊരു സിംഗിൾ ഫേസ് ആൾട്ടർനേറ്ററിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സിംഗിൾ ഫേസ് AC ജനറേറ്റർ. ഈ 3 ഫേസ് AC ആകുമ്പോൾ ഇവിടെ ഈ ഒറ്റ റെക്റ്റാങ്കുലർ കോയിലിന് പകരം 3 കോയിലുകൾ ഉണ്ടാവും. അത് 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. 3 ഫേസ് ആൾട്ടർനേറ്റ് AC എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. 3 കോയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ്. അതിന് 2 ടൈപ്പ് കണക്ഷൻ ഉണ്ട്, സ്റ്റാർ കണക്ഷനും ഉണ്ട്, ഡെൽറ്റ കണക്ഷൻ ഉണ്ട്. അപ്പോൾ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന AC ജനറേറ്റർ 3 ഫേസ് AC ജനറേറ്റർ അല്ലെങ്കിൽ 3 ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ അകത്ത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാർ കണക്ഷനിലാണ് അതിൻ്റെ സ്റ്റാർട്ടർ പ്ലേസ് ചെയ്തത്. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ വരുന്ന സമയത്ത് ഈ ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ
കൺസ്ട്രക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ നോക്കുക, അവിടെ മാഗ്നറ്റുകളാണ് സ്റ്റേഷനറി ആയിട്ടുള്ളത്. നമ്മൾ കോയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അഥവാ ആർമേച്ചറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ DC ജനറേറ്ററിൻ്റെ കേസിൽ ഇത് ശരിയാണ്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ AC ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? മാഗ്നറ്റുകളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആർമേച്ചറിനെ നമ്മൾ സ്റ്റേഷനറി ആക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കറങ്ങുന്ന വസ്തുവിൽ നിന്ന് നമുക്ക് കറണ്ട് സപ്ലൈ കൊടുക്കുകയാണെങ്കിലും സപ്ലൈ എടുക്കുകയാണെങ്കിലും സപ്ലൈ ഔട്ട്പുട്ടായിട്ട് സ്വീകരിക്കുകയാണെങ്കിലും അങ്ങോട്ട് സപ്ലൈ കൊടുക്കുകയാണെങ്കിലും കറങ്ങുന്ന വസ്തു ആർമേച്ചർ കറങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മൾ DC ജനറേറ്ററിൻ്റെ കേസിൽ തന്നെ ആർമേച്ചറിൻ്റെ അകത്ത് നമ്മൾ ബ്രഷ് വഴി കമ്മ്യൂട്ടേറ്റർ വഴി ബ്രഷ് വഴി നമ്മൾ കറണ്ടിന് ഔട്ട്പുട്ട് സ്വീകരിക്കും. അപ്പോൾ അവിടെ വളരെ ഹൈ ആയിട്ടുള്ള കറണ്ട് നമ്മൾ കമ്മ്യൂട്ടേറ്റർ വഴി നമ്മൾ ബ്രഷ് വഴി ഇങ്ങോട്ട് സ്വീകരിക്കുന്ന സമയത്ത് ആ കമ്മ്യൂട്ടേറ്ററും ബ്രഷിൻ്റെ ഇടയിൽ സ്പാർക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ആൾട്ടർനേറ്ററിൻ്റെ കേസിൽ നമ്മൾ മാഗ്നറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആളാക്കുന്നത്. പ്രാക്ടിക്കൽ കേസിൽ ഉണ്ടാക്കുന്ന സമയത്ത് മാഗ്നറ്റുകളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് ആർമേച്ചറാണ്. നമുക്ക് കറണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്താണ്, ഫാരഡേസ് ലോ പ്രകാരം ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറിനെ ചലിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ചലിപ്പിച്ചാൽ മതി. ഒന്നിനെ തൊട്ട് റിലേറ്റീവായിട്ട് മോഷൻ സംഭവിച്ചാൽ എങ്ങനെയാലും അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഗാന്ധം സ്റ്റേഷനറി ആയി വെച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കോയിൽ അല്ലെങ്കിൽ വൈൻഡിങ് അല്ലെങ്കിൽ ഒരു അയൺ പീസ് ഇങ്ങനെ ചലിപ്പിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫാരഡേസ് ലോ തന്നെ നമ്മളൊരു ഡെഫിനിഷനും കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ചേഞ്ച് ചെയ്താലും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതെങ്ങനെയാണ്? നമ്മൾ ഒരു കണ്ടക്ടർ ഇവിടെ ചിത്രത്തിൽ കാണിച്ച പോലെ നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ളത് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആർമേച്ചറിന് നമ്മൾ അല്ലെങ്കിൽ അയൺ പീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേഷനറി ആക്കി വെക്കുകയാണ്. നമ്മൾ ഗാന്ധത്തെ ഇങ്ങനെ ചലിപ്പിക്കുകയാണ്, ഗാന്ധത്തെയാണ് നമ്മൾ ചലിപ്പിക്കുന്നത്. അപ്പോഴും ആ കണ്ടക്ടർ ആ ഒരു ഗാന്ധത്തിന്റെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ അയൺ പീസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ അതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ, ഒന്നല്ലെങ്കിൽ കണ്ടക്ടർ ചലിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചലിപ്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ, ആൾട്ടർനേറ്ററിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ആൾ മാഗ്നറ്റാണ്, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഫേസ് ആൾട്ടർനേറ്റർ ആയതുകൊണ്ട് 3 ഫേസ് സ്റ്റാർ കണക്ഷനിലുള്ള വൈൻഡിങ്സ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റേഷനറി ആയിട്ട് അതാണ് ആർമേച്ചർ വൈൻഡിങ്സ്, സ്റ്റേഷനറി ആണ്. സെൻട്രലിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളെ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റാണ്. അപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ ആൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിരുന്നു. അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എന്നാലും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കാമെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? മാഗ്നറ്റാണ്. അപ്പോൾ ഒരു ആൾട്ടർനേറ്ററിൻ്റെ അകത്ത് സ്റ്റേറ്ററും ഉണ്ടാവും, റോട്ടോറും ഉണ്ടാവും. സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. സ്റ്റേറ്ററാണ് സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ, അതാരാണ്? നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് ആണ്. റോട്ടർ ആരാണ്? റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? മാഗ്നറ്റാണ്, മാഗ്നറ്റിക് ഫീൽഡ് വൈൻഡിങ്സ് ആണ്. അപ്പോൾ അതാണ് ഈ ചിത്രത്തിൽ കൊടുത്തുള്ളത്. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഒരു വാഹനത്തിൽ വരുന്ന ആൾട്ടർനേറ്ററിൻ്റെ ഒരു ഫിഗർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ. ഇതിലാണ് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ്. ഈ ചുറ്റുഭാഗത്ത് ഈ പുറത്ത് കാണുന്നത് ഇതിൻ്റെ കവറാണ്, കേസിംഗ് ആണ് അല്ലെങ്കിൽ ഹൗസിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇതാണ് സ്റ്റേറ്റർ വൈൻഡിങ്സ്. അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇതാണ് ഇതിൻ്റെ റോട്ടോർ എന്ന് പറഞ്ഞ ഭാഗം. റോട്ടോറിൽ ഇങ്ങനെ ട്രയാങ്കുലറായിട്ട് ഇങ്ങനെ പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ എൻജിൻ്റെ ബെൽറ്റ് ഡ്രൈവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ പുള്ളിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ പുള്ളി, പിന്നെ
അതുപോലെ തന്നെ ആ പുള്ളി പ്ലേസ് ചെയ്യാനുള്ള ബെയറിങ്, അത് നേരെ അതിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ റോട്ടോറുമൊക്കെയാണ്. ഇതാണ് നമ്മളെ റോട്ടോറ്. ഇങ്ങനെ ട്രയാങ്കുലർ ആയിട്ടുള്ള ഓരോ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് മാഗ്നറ്റാണ്. മാഗ്നറ്റിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടുള്ളത് നോർത്ത് പോളാണ്, ഇങ്ങോട്ടുള്ളത് സൗത്ത് പോള്. NAS ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് NAS ആയിരിക്കും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ എൻട്രീസിൻ്റെ ഷേപ്പും അങ്ങനെ കൊടുത്തിട്ടുള്ളത് പരമാവധി മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഹൈസ്റ്ററൈസിസ് ലോസുകൾ, അയൺ ലോസുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോർത്ത് ആൻഡ് ഒന്ന് സൗത്ത് പോൾ, നോർത്ത് ആൻഡ് സൗത്ത് പോൾ അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് കിട്ടും. അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടും. പിന്നെ അതിനകത്തുള്ളത് സ്ലിപ്പ് റിങ്സ് ആണ്. സ്ലിപ്പ് റിങ്സും അതിൻ്റെ കൂടെ തന്നെ ബ്രഷസും ഉണ്ടാവും. പിന്നെ ഡയോഡ് ഉണ്ട്, ഇതിനകത്ത് ഡയോഡിൻ്റെ സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്ററും ഇതിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയോഡ് ഇതിനെ റെക്ടിഫൈ ചെയ്ത് ഈ 3 ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റെക്ടിഫൈ ചെയ്ത് DC ആക്കും. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കും. അതിനാണ് ഡയോഡ് കൊടുക്കുന്നത്. ഡയോഡ് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ റെഗുലേറ്റർ ഉണ്ടാവും. റെഗുലേറ്റർ നമുക്കറിയാം. റെഗുലേറ്റർ എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ ആൾട്ടർനേറ്ററിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. പക്ഷെ നമുക്ക് വളരെ ഹൈ വോൾട്ടേജ് ഒന്നും ആവശ്യമില്ല. നമുക്കൊരു പർട്ടിക്കുലർ ഒരു 15 വോൾട്ട് ആ റേഞ്ചിൽ നമ്മൾ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് മതി. അതിന് ഈ ആൾട്ടർനേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിലുള്ളത് ഒരു റോട്ടോറും ഇതിനകത്തുള്ളതും പിന്നെ പുറത്തുള്ള സ്റ്റേറ്ററും. അപ്പോൾ ഈ സ്റ്റേറ്ററാണ് നമ്മൾ ആർമേച്ചർ. അതിൽ നമ്മൾ 3 ഫേസ് വൈൻഡിങ്സ് ആണുള്ളത്. സ്റ്റേറ്ററിനകത്ത് സ്റ്റാർ കണക്ഷനിലാണ് അതുണ്ടാവുക. ഈ സ്റ്റേറ്ററും റോട്ടോറും ഞാൻ സെപ്പറേറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഇത് രണ്ടുമാണ്. ഇതാണ് നമ്മളെ സ്റ്റേറ്റർ, ഇതാണ് നമ്മൾ റോട്ടർ. സ്റ്റേറ്ററിൽ കണ്ടോ 3 കണക്ഷൻ ഉണ്ട്. അഥവാ അത് 3 ഫേസ് ആണ്. അതുമാത്രമല്ല ഇത് 3 ഫേസ് സ്റ്റാർ കണക്ഷനിലായിരിക്കും. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ് അതിൻ്റെ വൈൻഡിങ്സ് ഉണ്ടാവുക. ഒന്നിന് സിമിലർ എൻസ് ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. അതിലവിടെ നമുക്ക് ഒരു ന്യൂട്രൽ പോയിന്റും കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ്. എന്നിട്ട് അതർ എൻഡ്സ്, അപ്പോൾ മറ്റ് 3 എൻഡുകൾ നമുക്ക് പുറത്തേക്ക് കിട്ടും ചെയ്യും. ഒരു 3 വൈൻഡിങ്സ് ആണ്. അപ്പോൾ ഈ വൈൻഡിങ്സിനെയാണ് നമ്മൾ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3ൻ്റെയും ഒരു പോയിന്റ് എന്ത് ചെയ്യും, 3ൻ്റെയും ഒറ്റ പോയിന്റ് ഒരിടത്ത് കണക്ട് ചെയ്യും. അവിടെ നമുക്ക് ന്യൂട്രൽ പൊസിഷൻ കിട്ടും. ബാക്കി 3 എക്സ്ട്രാ പുറത്തേക്ക് ഔട്ട്പുട്ട് എടുക്കാൻ 3 പോയിന്റ് ഉണ്ടാവും. അതാണ് ഈ 3 വയറുകൾ പുറത്തേക്ക് കിട്ടുന്നത്. മറ്റും ഈ വൈൻഡിങ്സ്, ഈ കോപ്പർ സ്വിച്ചുകളുടെ മറ്റ് 3 എൻഡുകൾ നമ്മൾ ഒറ്റ പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റോട്ടോറിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഫിംഗർ പോലെ ഇങ്ങനെ ട്രയാങ്കുലർ സെക്ഷൻസ് ആയിട്ട് ഇതിനുള്ളിൽ വൈൻഡിങ്സ് ഉള്ളത്. ഈ കോപ്പർ വൈൻഡിങ്സിൻ്റെ മേലെ ഇങ്ങനെ അയൺ പീസസ്, ഇതാണ് നമ്മൾ പോൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോറ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോറിൻ്റെ മേലെ വൈൻഡിങ്സ് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാലാണ് അതിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആകുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള റോട്ടോറാണ്. ഇതാണ് മാഗ്നറ്റായിട്ട്, ഇതിൻ്റെ ഇടയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ അത് ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പ് കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ഒന്നടവത്ത് നോർത്ത് സൗത്ത് ഇങ്ങനെ മാക്സിമം ഈ നോർത്ത് സൗത്തിനിടയിൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാവും. അപ്പോൾ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് കാന്തങ്ങൾ ഇങ്ങനെ ചുറ്റും വെച്ച പോലെ, ഒരുപാട് കാന്തത്തിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഫേസ് ചെയ്ത് വെച്ച പോലെ കിട്ടും. അപ്പോൾ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ഈ ആർമേച്ചറിനകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് ഡയോഡ്സ് ആണ്. ഇതിൻ്റെ സർക്യൂട്ട് നിങ്ങളെ കാണിക്കാം. ഇനി പ്രാക്ടിക്കൽ കേസിൽ വരുന്ന ഒരു ആൾട്ടർനേറ്ററിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് റെക്ടിഫയറും ഉണ്ടാവും, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാവും, സ്ലിപ്പ് റിങ്സ് ഉണ്ടാവും, ബ്രഷസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്
ഇതിൽ കൊടുക്കുന്നത് എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ 3 ഫേസ് വൈൻഡിങ്ങുള്ള സ്റ്റാർട്ടറാണിത്. അപ്പോൾ സ്റ്റാർട്ടറിനകത്ത് എന്താണ് ഒരുപാട് കമ്പിച്ചുരുകൾ, കോപ്പർ വൈൻഡിങ്സ് 3 ഫേസ് ആയിട്ട് 3 വൈൻഡിങ്സ് ഉണ്ടാവുക. ആ 3 വൈൻഡിങ്സ് 120 ഡിഗ്രിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. പിന്നെ നമ്മളെ ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്സ് നമ്മളെ റോട്ടോറിനകത്തുള്ളത്. അതിൻ്റെ ഭാഗത്ത് ട്രയാങ്കുലാർ ഷേപ്പിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ ഒരു ഇതുണ്ട്. അത് നമ്മൾ പോൾ കോറായിട്ട് ആക്ട് ചെയ്യുന്നത്, അഥവാ മാഗ്നറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അത് നേരെ കണക്ട് ചെയ്തിട്ട് സ്ലിപ്പ് റിങ്സുമായിട്ടാണ്. സ്ലിപ്പ് റിങ്സ് വഴി കാർബൺ ബ്രഷ് വഴിയാണ് നമ്മൾ അതിലേക്ക് കറണ്ട് കൊടുക്കുന്നത്. അതിലേക്ക് അങ്ങോട്ട് കറണ്ട് കൊടുക്കാൻ ചെയ്യുന്നത്. അങ്ങോട്ട് കറണ്ട് കൊടുക്കുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് കറണ്ട് മാത്രമാണ് നമ്മൾ ബ്രഷ് വഴി സ്ലിപ്പ് റിങ്സ് വഴി അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കറണ്ട് നമ്മൾ അങ്ങോട്ട് ബ്രഷ് വഴി കൊടുക്കുന്നതുള്ളൂ. നമ്മൾ മെയിൻ ഔട്ട്പുട്ട് എടുക്കുന്നത് സ്റ്റേഷനറി ആയിട്ടുള്ള ഈ ആൾട്ടർനേറ്ററിലൂടെയാണ്. സ്റ്റേഷനറി ആയിട്ടുള്ള ഈ സ്റ്റേഷനറി ആയിട്ടുള്ള ആർമേച്ചറിലൂടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റേഷനറി ആണ് ഈ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ആർമേച്ചർ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേഷനറി ആണ് നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ കറണ്ട് നമുക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഇതിലൂടെ കറണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. റൊട്ടേറ്റ് ചെയ്യുന്നതിന് കറണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കറണ്ട് കൊടുക്കുന്നതാണ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്ലിപ്പ് റിങ്സും ബ്രഷ് വഴി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ തേയ്മാനം കാര്യങ്ങളും അതുപോലെ സ്പാർക്കിങ്ങും ഒക്കെ കുറയും. ജനറേറ്ററിൽ നേരെ തിരിച്ചാണ്, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചറിലൂടെയാണ് കറണ്ട് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂട്ടേറ്ററിന് പ്രഷേഴ്സൊക്കെ അവിടെ ഹൈ കറണ്ടാണ് നമ്മൾ അതിലൂടെ എടുക്കുന്നത്. ഇതിലാകുമ്പോൾ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സ്ലിപ്പ് റിങ്സും ബ്രഷസിലേക്ക് അങ്ങോട്ട് നമ്മൾ ഫീൽഡ് കോയിലിൻ്റെ ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കറണ്ട് മാത്രമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇങ്ങോട്ട് എടുക്കുന്നത് നമ്മൾ സ്റ്റാർട്ടറിൽ നിന്ന് നേരെ സ്റ്റേഷനറി ആയിട്ടുള്ള നമ്മൾ ആർമേച്ചർ 3 ഫേസ് വൈൻഡിങ്സ് എന്നാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു 6 റെക്ടിഫയർ ഉണ്ട്. ഓരോ വൈൻഡിങ്സും ഇപ്പോൾ 3 ഫേസ് ആകുമ്പോൾ 3 ഫേസ് ഉണ്ടാവും അല്ലേ, 3 ഫേസിനും കൂടി 6 ഡയോഡ്സാണ് കൊടുക്കുന്നത്. ഇതിനാണ് 6 ഡയോഡ് കൊടുക്കുന്നത്. 6 ഡയോഡ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ഡയോഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഹാഫ് വേവിനെ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോൺ സിസ്റ്റത്തിൽ അവസാനത്തെ മൊഡ്യൂൾ നമ്മൾ പഠിച്ചിരുന്നു. ഡയോഡുകളെ നമ്മൾ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഡയോഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഹാഫ് വേവിനെ, അഥവാ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഏതെങ്കിലും ഒറ്റ ഹാഫ് വേവിനെ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ ഡയോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നിടവിട്ട് ഹാഫ് വേവിനെ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ വേവിനെ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യണം. ഒറ്റ സിംഗിൾ ഫേസ് ആണെങ്കിൽ അവിടെ 4 ഡയോഡുള്ളൊരു ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ 3 ഫേസ് ആയതുകൊണ്ട് തന്നെ 1ന് 2 വെച്ച് 6 ഡയോഡ്സാണ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിലാകുമ്പോൾ 2 ഡയോഡ് യൂസ് ചെയ്യാൻ മതി. ഇവിടെ നമ്മൾ 3 ഫേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 6 ഡയോഡ് വെച്ചിട്ട് 1ന് 2 വെച്ചിട്ട് നമ്മൾ ഇതിനെ റെക്ടിഫൈ ചെയ്ത് എസിനെ, ഇപ്പോൾ ഇവിടെ 3 ഫേസ് എ സിനെ നമ്മൾ DC ആക്കി ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് കിട്ടും. ആ വോൾട്ടേജ് ആൾട്ടർനേറ്ററിൽ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്ററെ കുറിച്ച് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ ബാറ്ററിക്കുള്ള കണക്ഷൻ ഉണ്ട്, പിന്നെ ഇഗ്നീഷൻ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ, ഡാഷ് ബോർഡിൽ നമ്മൾ ഇതിൻ്റെ ആൾട്ടർനേറ്ററിൻ്റെ ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ലാമ്പ് കത്തുന്ന അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ചിഹ്നത്തിലുള്ള ആ ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് അതിനുള്ള എന്തെങ്കിലും ഡാഷ്ബോർഡിൽ കാണിക്കുന്നതിന് അതിൻ്റെ സിഗ്നലിൻ്റെ ലൈറ്റാണിത്. പിന്നെ ഈ എസ് എന്ന് പറയുന്നത് വോൾട്ടേജ് സെൻസറിൻ്റെയാണ്, ബാറ്ററിക്കുള്ള കണക്ഷൻ തന്നെയാണ്. അപ്പോൾ മെയിൻ ബാറ്ററിക്കുള്ള കറണ്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു കണക്ഷനാണ്. ഓക്കെ,
ഇത്രയാണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ടൊന്നും ഇതിനെക്കുറിച്ച് എക്സാമിന് ചോദിക്കില്ല. ജസ്റ്റ് ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ കൺസ്ട്രക്ഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്, ഫ്രെയിം, ഹൗസിങ്, റോട്ടോർ, സ്ലിപ്പ് റിംഗ് ആൻഡ് ബഷസ്, സ്റ്റാറ്റർ, അത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സർക്യൂട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന് വരക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു ഫിഗർ കൂടെ വരച്ചാൽ, കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ കൂടെ വരച്ചാൽ ഏറ്റവും ഉഷാറായി. പിന്നെ ഇതിനെക്കുറിച്ച് വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. സാധ്യത അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. ഷോർട്ട് നോട്ടായിട്ട് 6 മാർക്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ അതാണ് ആൾട്ടർനേറ്ററിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആൾട്ടർനേറ്ററിന് റെഗുലേറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.